റളിയല്ലാഹു അൻഹു തോണി കയറിയിട്ട് കപ്പലിലേക്ക് എത്തി. കപ്പലിലേക്ക് കയറാനിരിക്കും മഹാൻ പറഞ്ഞു തോണിക്കാരനോട്, ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നല്ലേ വരുന്നത്, അത് നീ നോക്കണ്ട, നീ എന്നെ അവിടെ എത്തിക്ക്, എന്നിട്ട് ഉടനെ ഈ കപ്പൽ വിടുന്നതിന് മുമ്പ് എന്നെ. എന്തോ ഉസ്താദ് അവിടെ നിന്നല്ലേ വരുന്നത്, പിന്നെ ഒന്നുകൂടി അങ്ങോട്ടേക്ക് എന്തിനാ പോണത്? ഒരു ദിർഹം ഫുള്ള് തരേണ്ടി വരുവേ. ഓ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സർവീസ് അല്ലേ, സർവീസ് ചാർജല്ലേ തരാം. ഈ ഭാര്യയിലിട്ട് അങ്ങനെ പോയി തിരിച്ചു ഒരു ദിർഹം കൊടുത്തു. കപ്പൽ ആരും ചോദിച്ചു, അത് ശരിക്കും നഷ്ടമല്ലേ? ഒരു ദിർഹം എന്തിനാണ് പോയടത്തേക്ക് തന്നെ ഒന്നുകൂടി പോയത്? ഉള്ളിടത്ത് തന്നെ ഒന്നുകൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അത് അവിടുന്ന് ഒരാൾ തുമ്മിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അൽഹംദുലില്ലാ പറഞ്ഞു, ഞാനിവിടുന്ന് ഇറമുക്കല്ല പറഞ്ഞ സുന്നത്തന്നെ ശരി, ഞാൻ ഇറമുക്കല്ല ഇവിടുന്ന് പറഞ്ഞ അയാൾ കേൾക്കൂല. അയാൾ കേൾക്കുന്ന വിധത്തിന് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാലുള്ള മെച്ചെന്ന് അറിയാം. അയാൾ എന്നോട് യഹ്ദീക്കുമുല്ലാന്ന് എനിക്ക് ദ്വാരം തരും. ഒരു മുഅ്മിന്റെ ലിസാനിലൂടെ നാവിലൂടെ യഹ്ദീക്കുമുല്ലാ, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പറഞ്ഞ് അയാളങ്ങനെ ദ്വായിൽ ഇജാബത്തുള്ള ആളെ ഞാൻ രക്ഷപ്പെട്ടില്ലേ. ഒരു ദിർഹം പോയാലുണ്ട്. അന്ന് രാത്രി കപ്പലുകാർ ഒരു സൗണ്ട് കേൾക്കും, ആകാശ ലോകത്തു നിന്നുള്ള അശരീരി. എന്താണെന്നറിയോ? ഇന്ന അബാദാവൂദ്, ബുദ്ധിമാനായ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഇസ്തറൽ ജന്ന, സ്വർഗ്ഗം വാങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ, ബിദിർഹമിൻ വാഹിദിൻ, ഒരു ദിർഹമുണ്ട്.